ഫീനിക്സ്. ഈ പേരു കേൾക്കാത്തവരെ ആരും ഉണ്ടാകില്ല. അമരനായൊരു പക്ഷി എന്നതാണ് ഈ പേരിന്റെ അർത്ഥം. 100 വയസ്സ് തികയുമ്പോൾ സ്വന്തം ശരീരത്തിൽ നിന്നുമുള്ള അഗ്നിയിൽ അത് സ്വയം വെണ്ണീറാകുന്നു. എന്നാൽ ആ ചാമ്പലിൽ നിന്നും വീണ്ടും അത് പുനർജനിക്കുന്നു. അതായത് ഫീനിക്സിന് മരണമില്ല, അത് ചിരഞ്ജീവിയാണ്. എന്നാൽ പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ പക്ഷി ജീവിച്ചിരുന്നതായോ ജീവിച്ചിരിക്കുന്നതായോ യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. ശരിക്കും ഇങ്ങനെയൊന്നും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവോ? ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മൾ തന്നെയാണ് ഫീനിക്സ്. അല്ല, ഈ ലോകത്തുള്ള ഓരോ ജീവജാലങ്ങളും ഫീനിക്സ് ആണ്. മരണമില്ലാത്തത്. ആത്മാവിന് മരണമില്ല. മരണം സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ശരീരത്തിനല്ലേ? ജനനം മുതൽ ആത്മാവാണ് മനുഷ്യ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. എന്നാൽ വാർദ്ധക്യം ബാധിക്കുന്ന ശരീരത്തെ ആത്മാവിന് വഹിക്കാനാവാതെ വരുന്നു. അപ്പോൾ അത് ആ ശരീരത്തെ ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നു. ഫീനിക്സ് ചാരത്തിൽ നിന്നും പുനർജനിക്കുന്നു. അതെ, പുനർജന്മം. ഫീനിക്സിന്റെ കഥയിലൂടെ പറയാതെ പറയുന്നത് ജനനം, മരണം എന്നീ മിഥ്യാധാരണകളെക്കുറിച്ച് തന്നെയാണ്. ആത്മാവിന് അന്ത്യമില്ല. അത് പല രൂപങ്ങൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം നിച്ചു.